കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ കടയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച ഒരാൾ മരിച്ചു. ഇഡ്ഡലി കടയിലെ സ്റ്റീമറാണ് പൊട്ടിത്തെറിച്ചത്. ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, നമ്മൾ നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭിക്കുന്നത്? ഈ പരുക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? സ്മിത, മുഴുവൻ 5 പേർക്കായിരുന്നു പരിക്കേറ്റത്. അതിൽ 4 പേര് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനു പുറമെ പരിക്കേറ്റ ഈ സ്റ്റീമറിനോട് ചേർന്ന് നിന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ സുമിത്താണ് അല്പസമയം മുമ്പ് മരിച്ചത് എന്നുള്ള വിവരം വരുന്നത്. ഗുരുതരമായി തന്നെ ഈ സുമിത്തിന് പരിക്കേറ്റിരുന്നു. ശരീരമാസകലം തീവ്രമായ രീതിയിൽ പൊള്ളലേൽക്കുകയും ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടു പോകാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് സുമിത്തിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റിരുന്നു. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സുമിത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അവിടുത്തെ തൊഴിലാളിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി വൈകുന്നേരം സമയം ഈ ഇഡ്ഡലി കഫേ അടക്കമുള്ള കലൂർ സ്റ്റേഡിയം റൗണ്ടിലെ കടകളിലെല്ലാം വലിയ തിരക്കുണ്ടാവുന്ന സമയമാണ്. എന്തായാലും ഈ കടയ്ക്കുള്ളിൽ ഇഡ്ഡലി കഫേയുടെ ഉള്ളിലും ഈ സമയം നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള വ്യാപ്തിയിലേക്ക് ഈ അപകടം പോയില്ല, പൊട്ടിത്തെറി കടന്നില്ല എന്നുള്ളത് നേരിയ ആശ്വാസമാണ്. എങ്കിലും 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് ആശങ്കയുമാണ്. നിലവിൽ ഇപ്പോൾ അവിടെ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്ന ഫയർഫോഴ്സും പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഈ പൊട്ടിത്തെറിയുടെ കാരണം കണ്ടെത്താനായിട്ടില്ല. വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റീമർ പൊട്ടിത്തെറിച്ച മാത്രയിൽ തന്നെ അതീവ ഗുരുതരമായി തന്നെ ഈ 4 പേർക്കും പരിക്കേറ്റിരുന്നു. സ്മിത, ശരി. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വലിയ ദാരുണമായ സംഭവം തന്നെയാണ്. പറയുന്നത് കേട്ടാൽ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ക്രിസ്റ്റീന നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സ്റ്റീമറാണ്. ആ കഫേയുടെ പേര് ഐഡലി കഫേ എന്ന്.